മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ ചോദ്യങ്ങളും കൂടി എഴുതി തന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടി വിവരിക്കാം. പുനർജന്മത്തെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ്. സത്പ്രവൃത്തി മാത്രം ചെയ്യുന്ന വ്യക്തിക്ക് പുനർജന്മത്തിൽ നല്ലത് ലഭിക്കുമോ അല്ലയോ? യഥാർത്ഥത്തിൽ സത്പ്രവൃത്തി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാനവരാശിയുടെ, ഒരാളുടെ അല്ല, മാനവരാശിയുടെ മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, സർവചരാചരങ്ങൾക്കും ഇങ്ങനെ 7 പാരാമീറ്റേഴ്സിന്, 7 ഫാക്ടേഴ്സിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ്, സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് സത്കർമ്മം, ധർമ്മം, പുണ്യകർമ്മം, സത്പ്രവൃത്തി, നന്മ എന്നെല്ലാം. ഇവിടെ ദൈവവുമായിട്ട് ഒരു ബന്ധവും അതിനില്ല. ഇനി ആ സത്പ്രവൃത്തി എങ്ങനെയാണ് പുനർജന്മത്തിന് കാരണമാകുന്നത്? ബ്രയൻ വൈസ് എന്ന സൈക്കാട്രി പ്രൊഫസർ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെ കാതറിൻ എന്ന പെൺകുട്ടിയുടെ 19 പൂർവ്വജന്മങ്ങൾ വിവരിച്ചതിൽ വളരെ വ്യക്തമായിട്ട് ഒരു വിവരണമുണ്ട്. നമ്മൾ 10% സത്പ്രവൃത്തിയും പുണ്യപ്രവൃത്തിയും പുണ്യകർമ്മവും 90% പാപകർമ്മവും ദുഷ്പ്രവൃത്തിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ലെവല്, 25% പുണ്യപ്രവൃത്തി സത്പ്രവൃത്തി, 75% പാപകർമ്മം രണ്ടാമത്തെ ലെവല്, 40% പുണ്യകർമ്മം 60% പാപകർമ്മം മൂന്നാമത്തെ ലെവല്, 60% പുണ്യകർമ്മം 40% പാപകർമ്മം മൂന്നാമത്തെ ലെവല്, നാലാമത്തെ ലെവല് 85% പുണ്യകർമ്മം 15% പാപകർമ്മം ദുഷ്പ്രവൃത്തി, അഞ്ചാമത്തെ ലെവല് 98-99% പുണ്യകർമ്മം, ബാക്കി പാപകർമ്മം അല്ലെങ്കിൽ സത്പ്രവൃത്തി ദുഷ്പ്രവൃത്തി. അത് 6ാമത്തെ ലെവല്. 6ാമത്തെ ലെവല് കഴിഞ്ഞാൽ ആ വ്യക്തി ഇനി എനിക്ക് പുനർജന്മം വേണ്ട എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദി കോസ്മിക് സോൾ എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ജീവാത്മാവ് പരമാത്മാവിൽ അലിഞ്ഞു ചേരുന്നു, പുനർജന്മമില്ല. അപ്പൊ പുനർജന്മവും സത്പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം, സത്പ്രവൃത്തി കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് പുനർജന്മത്തിന്റെ നല്ല കുലത്തിൽ ജനിക്കാനുള്ള ഓപ്ഷനുണ്ട്, നല്ല പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, നല്ല പ്രവൃത്തി ചെയ്തവനാണെന്ന് സ്മരണ ലഭിച്ച് കൂടുതൽ നല്ലത് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. അതുകൊണ്ട് സത്പ്രവൃത്തി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് പുനർജന്മം ഇല്ലാതെയാവുകയല്ല, നല്ല നല്ല കുലത്തിൽ ജനിച്ച് വീണ്ടും വീണ്ടും സത്പ്രവൃത്തി ചെയ്തിട്ട് എപ്പോഴാണോ ഇനി പുനർജന്മം വേണ്ട എന്ന് തോന്നുന്നത് അപ്പോ ആ പരമാത്മ ചൈതന്യത്തിൽ ലയിക്കാനുള്ള അവസരവുമുണ്ടെന്ന് സയന്റിഫിക്കലി തെളിയിച്ചിരിക്കുന്നു. നാം നിത്യവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ക്രമാനുഗതമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകമോ വീഡിയോയോ പ്രസിദ്ധീകരിച്ചുകൂടെ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് 480 CD-കളും DVD-കളും പെൻഡ്രൈവുകളും ഇറക്കിയിട്ടുണ്ട്. 130-ലധികം പുസ്തകങ്ങളും ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതിൽ ധാരാളം പുസ്തകങ്ങളിൽ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് ക്രിസ്ത്യൻ ബൈബിൾ, മുസ്ലിം ഖുറാൻ, ഹിന്ദു വേദങ്ങൾ. ഇതൊരു ചോദ്യമാണ്. ഹിന്ദുക്കൾക്ക് വേദങ്ങളാണോ? സാധാരണ രീതിയിൽ വേദങ്ങൾ എന്ന് ഉത്തരം പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. പക്ഷെ നമുക്ക് വേദങ്ങൾ മാത്രമല്ല ഉള്ളത്, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാര് ആയിരക്കണക്കിന് വിഷയങ്ങളിൽ കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്. ശരിക്കും അടിസ്ഥാന ഗ്രന്ഥങ്ങൾ 2000-ഓളമാണ്. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, സംസ്കൃതത്തിലുള്ള വ്യാഖ്യാനങ്ങൾ 10,000-ഓളം വരും. അതിന് ഭാരതത്തിലെ 22 ഭാഷകളിലുള്ള ഉപാഖ്യാനങ്ങൾ 1,00,000-ഓളം വരും. അപ്പം നമ്മളുടെ ഗ്രന്ഥങ്ങൾ ഒരു വാക്കിലോ ഒരു വരിയിലോ പറയാൻ ശ്രമിക്കരുത്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ അവകാശികളാണ് നമ്മളെന്ന് അഭിമാനത്തോടു കൂടി പറയണം. അവർക്ക് ഒരു ഗ്രന്ഥമേ ഉള്ളൂ, ഒരു പുസ്തകമേ ഉള്ളൂ. നമുക്ക് ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. ആയിരക്കണക്കിന് പുസ്തകങ്ങളുള്ളതുകൊണ്ട് ഗുണം എന്താണ്? അവനവന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഒരു പുസ്തകത്തിലൂടെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവും കൊടുക്കാൻ സാധിക്കില്ല. ഒരു ആചാര്യൻ വിചാരിച്ചാലും മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവും കൊടുക്കാൻ സാധിക്കില്ല. ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകം എല്ലാ കാലഘട്ടത്തിലേക്കും ഒരേപോലെ
പ്രായോഗികമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഋഷിവര്യന്മാര് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാനായിട്ട് ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതി. നിങ്ങൾക്ക് ആയുർവേദമാണെങ്കിൽ ആയുർവേദം, ഗാനം ഗന്ധർവവേദത്തിലൂടെ, അർത്ഥശാസ്ത്രത്തിലൂടെ, തച്ചുശാസ്ത്രത്തിലൂടെ, വേദത്തിലൂടെ, ശ്രൗതസൂത്രത്തിലൂടെ, ധർമ്മശാസ്ത്രത്തിലൂടെ, ജ്യോതിഷത്തിലൂടെ, ഏത് വഴിയിലൂടെ വേണമെങ്കിലും ആ വിഷയത്തിൽ മാസ്റ്ററായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരേ കറിയാണ് എല്ലാ ദിവസവും തരുന്നതെങ്കിൽ എങ്ങനെയിരിക്കും? വൈവിധ്യമാർന്ന കറികള്, അതാണ് വൈവിധ്യമാർന്ന ഗ്രന്ഥങ്ങൾ നമുക്കുള്ളത്. ഒരേ ഡ്രസ്സ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയിരിക്കും? വൈവിധ്യമാർന്ന കളറുകളുള്ള ഡ്രസ്സ്, വൈവിധ്യമാർന്ന കാറുകള്, വൈവിധ്യമാർന്ന വീടുകള്, വൈവിധ്യമാർന്ന പുഷ്പങ്ങള്, വൈവിധ്യമാർന്ന സിനിമകള്, വൈവിധ്യമാർന്ന സംഗീതം, വൈവിധ്യമാർന്ന പാട്ടുകള്, ഇതെല്ലാം മനുഷ്യന്റെ വൈവിധ്യത്തോടുള്ള താല്പര്യത്തെ കാണിക്കുന്ന പോലെ നമുക്ക് വൈവിധ്യമാർന്ന പുസ്തകങ്ങൾ ഉണ്ട്. രുദ്രാക്ഷ എന്ന നാമം ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ പേരിടാൻ പറ്റുമോ? വേണ്ട. രുദ്രാക്ഷത്തിന്റെ ഉദ്ദേശമൊക്കെ വേറെയാണ്. ആൺകുട്ടിക്കും ഇടണ്ട, പെൺകുട്ടിക്കും ആ പേരിടണ്ട. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാലിന് മുകൾ മറ്റേ കാല് വയ്ക്കാൻ പാടുമോ? അസുഖമൊന്നുമില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നാലേ ചോറ് ഇറങ്ങുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരെ ഇരിക്കാം. ചുംബന സമരത്തെ അങ്ങ് വിമർശിച്ച് പ്രഭാഷണം നടത്തിയിട്ടുണ്ടല്ലോ. എന്നാൽ അത് ഒരു പ്രതിഷേധം മാത്രമാണെന്നും അല്ലാതെ അതിൽ അശ്ലീലത ഇല്ലെന്നും അവർ പറയുന്നു. ഇതിന്റെ സാധൂകരണം എന്താണ്? സിനിമയില് കുറെ സെക്സ് സീനുണ്ടെന്ന് വിചാരിക്കാം, കുറെ സെക്ഷുവൽ സീനുണ്ട്. അതിനെതിരെ കുറെ പേർക്ക് പ്രതിഷേധിക്കണമെന്ന് വിചാരിക്കാം. സിനിമയിലുള്ള സെക്ഷുവൽ സീനിനെതിരെ പ്രതിഷേധിക്കണമെന്ന് വിചാരിക്കാം. ആ സിനിമയിലുള്ള സെക്സ് ഈ മറൈൻ ഡ്രൈവിലും കോഴിക്കോടും തിരുവനന്തപുരത്തും പുത്തരിക്കണ്ടത്തും ആ സെക്സ് ഇങ്ങനെ തുറന്ന് കാണിച്ചിട്ടാണോ പ്രതിഷേധിക്കുക? അങ്ങനെയാണോ നമ്മൾ ചെയ്യാറുള്ളത്? മാത്രമല്ല, ചുംബന സമരം എങ്ങനെ ആരംഭിച്ചതറിയോ? അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യ പ്രകടനത്തിനെതിരെ അല്ല ആരംഭിച്ചത്. അങ്ങനെ ആക്കി തീർത്തതാ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതിയിട്ട് അവര് സ്പോൺസർ ചെയ്യുന്ന മാതിരിയാണ് ചുംബന സമരം. കോഴിക്കോട് ഒരു ഗവൺമെന്റ് ലാൻഡ് വളച്ചു കെട്ടി ചെറുപ്പക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികൾ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാ, പെൺകുട്ടികൾ ഭൂരിഭാഗവും പാവപ്പെട്ട ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാ. അവരവിടെ വന്ന് ഇറച്ചി കഴിച്ച് മദ്യപിച്ച് പേക്കൂത്ത് നടത്തുമ്പോൾ ആ ഹോട്ടൽ ഉടമസ്ഥന് നല്ല പൈസ കിട്ടും. അത് ഗവൺമെന്റ് ലാൻഡ് വളച്ചു കെട്ടി ചെയ്തതാ. കുറെ RSSകാരോ അതുമായി ബന്ധപ്പെട്ടവരോ ഹോട്ടൽ ഉടമസ്ഥരോട് പറഞ്ഞു, ഇത് ചെയ്യരുത്, ഹിന്ദു പെൺകുട്ടികൾക്കാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്, ഇത് ചെയ്യരുത്. അയാള് മുസ്ലിം ലീഗിന്റെയും പോലീസിന്റെയും രാഷ്ട്രീയക്കാരുടെയും സപ്പോർട്ട് കൊണ്ട് അയാൾ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. ആ പോലീസും ഒരു ആക്ഷൻ എടുത്തില്ല. അവസാനം പറഞ്ഞു ഞങ്ങള് ഇത് തകർക്കെന്ന് പറഞ്ഞു. അപ്പോഴും അയാൾ ഒന്നും ചെയ്തില്ല. പിന്നെ കയറി അടിച്ചതാ. അപ്പോ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സമുദായത്തിലെ കുറെ പെൺകുട്ടികളെ വെള്ളമടിച്ച് ഇറച്ചി തീറ്റി സെക്ഷുവൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ടാണ്. ഈ തല്ലിയത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് സദാചാര പോലീസാണ്, അത് തെറ്റാണെന്ന് നിങ്ങൾക്കും വ്യാഖ്യാനിക്കാം, എനിക്കും വ്യാഖ്യാനിക്കാം. പോലീസും രാഷ്ട്രീയ പാർട്ടിക്കാരും പൊതുജനവും സൈലന്റായിട്ട് നിൽക്കുകയും ഹിന്ദു കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് ഇത് ഏൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ ചെയ്തത് തെറ്റാണെങ്കിലും ഇതല്ലാതെ വേറെ ചെയ്യാനില്ല. അതാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാനും കയ്യടി കിട്ടാനും കുറെ ചെറുപ്പക്കാര് ചെയ്തുകൊണ്ട് പോയത്. ഒരു പെൺകുട്ടി TV പറയുന്ന കേട്ടു, ഞാൻ എനിക്കിഷ്ടമുള്ളവനെ ചുംബിക്കും, നിങ്ങൾ ആരാണ് ഒളിഞ്ഞു നോക്കാൻ? അതിന് ഉത്തരം വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ളവനെ ചുംബിക്കാൻ പൊതു മൈതാനത്ത് വെച്ച് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് എത്തി നോക്കാൻ എനിക്കും സ്വാതന്ത്ര്യമുണ്ട്, അത് എത്തി നോക്കാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ ഇഷ്ടമുള്ളവനെ ചുംബിക്കുന്നത് ബെഡ്റൂമിലായിരിക്കണം. പൊതുസ്ഥലത്ത് വെച്ച് ചെയ്താൽ പൊതുസ്ഥലത്ത് നടക്കുന്നത് കാണാനുള്ള സ്വാതന്ത്ര്യം നമുക്കുമുണ്ട് എന്നുള്ള സ്വാഭാവിക നീതിയല്ലേ അതിനകത്തുള്ളത്. അപ്പോൾ ചിലതെല്ലാം വാക്കുകളുടെ കസത്തിലൂടെ പോകുന്നു. ഏതായാലും നിലനിൽക്കേണ്ട ഒന്നായിരുന്നു എങ്കിൽ ചുംബന സമരം ഇപ്പോഴും നിലനിൽക്കേണ്ടത് തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹം ഇന്നും നിലനിൽക്കാൻ കാരണം അത് നിലനിൽക്കേണ്ടതായിരുന്നതുകൊണ്ടാണ്. ചുംബന സമരം ഇപ്പൊ നിന്നുപോയത് എന്തുകൊണ്ടാണ്? അത് നിലനിൽക്കേണ്ടതല്ലാത്തത് കൊണ്ട് തന്നെയാണ് നിന്നുപോയത്. ഭക്ഷണത്തിന് മുമ്പേയുള്ള പ്രാർത്ഥന ലളിത മലയാളത്തിലാക്കിയാൽ
അത് അർത്ഥം മനസ്സിലാക്കി എല്ലാവരും ചൊല്ലുന്നതല്ലേ കൂടുതൽ പ്രയോജനപ്രദം. ലളിത മലയാളം പോലെ തന്നെ ഉള്ള ലളിത സംസ്കൃതത്തിൽ 4 വരി ചൊല്ലാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? അതെന്തിനാ മലയാളത്തിലാക്കാൻ പോണേ? അത് സംസ്കൃതത്തിലായിക്കോട്ടെ. പ്രഭോ സേവാവൃത ഭക്തിയ വയം സംപ്രാർത്ഥയാമഹേ. ഭക്തിയോടുകൂടി അല്ലയോ ഈശ്വര ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതേ വിശ്വസ്യ അഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. അർത്ഥം മനസ്സിലായില്ലേ? സർവത്ര സർവദാ ശാന്തി എന്താ അതിന്റെ അർത്ഥം? സമാധാനം ച സർവദാ. കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ അർത്ഥം മനസ്സിലായില്ലേ? പ്രസാരാർത്ഥം സ്വസംസ്കൃതേ. അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ കുറച്ച് സംസ്കൃതം പഠിക്കണ്ടേ? നമ്മുടെ മൂലം എല്ലാം അതിലല്ലേ ഇരിക്കുന്നേ. നാസിക്കിലുള്ള ഗുഹാമുഖത്ത് കൊത്തിവെച്ച ഭാഷയ്ക്കും വായിക്കാൻ പറ്റാത്തതാണ് എന്ന് പറയുന്നത് ശരിയാണോ? ഇപ്പൊ എല്ലാ ഭാഷകളും കുറേയൊക്കെ ഡീകോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്നലെ അതിപ്രഗത്ഭനായ ഒരു വ്യക്തി മോഹൻജോദാരോയിലും ഹാരപ്പായിലും ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹവും മറ്റുള്ളവരെല്ലാം എഴുതി നല്ലൊരു പുസ്തകം തന്നിട്ടുണ്ട്. നാളെ ഞാനത് യൂട്യൂബിൽ കാണിക്കാം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ 2-3 പ്രാവശ്യം വിളിച്ചു. പക്ഷെ അദ്ദേഹം ഫോൺ എടുക്കണില്ല. ഫോൺ നമ്പറിൽ തെറ്റാണോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പഞ്ചതന്ത്ര കഥയെക്കുറിച്ചൊന്ന് പറയാമോ? AD 505 വിഷ്ണു ശർമ്മ എന്ന് പറയുന്ന വ്യക്തി ആണ് പഞ്ചതന്ത്രം എഴുതിയത്. CIA അമേരിക്കയിലെ CIA പ്രിലിമിനറി ക്ലാസ്സിൽ പഞ്ചതന്ത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാജാവിന്റെ 2 മക്കള് അസാധാരണ വികൃതികളായിരുന്നു അത്രേ. അവരെ ആര് വിചാരിച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ കഥകളിലൂടെ ചെറിയ 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 കഥകളിലൂടെ തുടർച്ചയായ കഥകളാണ്. ഒരു കഥ ഒരു സ്ഥലത്ത് അവസാനിക്കുന്നില്ല. ഈ കുട്ടികൾക്ക് വികൃതി തിരിച്ചു വരാതിരിക്കാൻ ഒരു കഥ കഴിഞ്ഞ് ആ കഥയോട് ചേർന്ന് അടുത്ത കഥ അടുത്ത കഥ അടുത്ത കഥ എന്ന ആ വിഷ്ണു ശർമ്മ എഴുതിയ ആ പഞ്ചതന്ത്രം 5 തന്ത്രമാണത്. അത് 5 തന്ത്രം ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ് ആൻഡ് ദെൻ പ്രാക്ടീസിങ് ആണോ? ആയിരിക്കാനാണ് സാധ്യത. വേറെ ഏതെങ്കിലും ആയിരിക്കാം. ഏതായാലും ഈ യൂട്യൂബ് കാണുന്നവരെ പഞ്ചതന്ത്രത്തിലെ 5 തന്ത്രത്തെക്കുറിച്ച് അറിയാമെങ്കിൽ എഴുതുകയാണെങ്കിൽ ഞാനത് റെഫർ ചെയ്യാൻ പോകുന്നതിന് പകരം നിങ്ങൾ പറയുന്നത് എനിക്ക് എടുക്കാൻ സാധിക്കും. മഹാഭാരതം മലയാളത്തിൽ വ്യാഖ്യാനിച്ച വായിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയുടെ പേർ നിർദ്ദേശിക്കാമോ? എനിക്ക് മുഴുവൻ അറിഞ്ഞൂടല്ലോ. ഈ ചോദ്യം എഴുതിയ ആളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിഞ്ഞൂടാ, ക്വാളിറ്റി എന്താണെന്ന് അറിഞ്ഞൂടാ, ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ. ഏതെങ്കിലും ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു 10ാം ക്ലാസ്സിലെ വ്യക്തിയാണ്, 10ാം ക്ലാസ് മാത്രം പഠിച്ച വ്യക്തിയോടാണെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ഉത്തരം വേറെയാണ്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷനുള്ള വ്യക്തിയോട് കൊടുക്കേണ്ട ഉത്തരം വേറെയാണ്. ഇപ്പൊ പലരും ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട ഏറ്റവും നല്ല കഥ ഏതാണ്? ഇപ്പൊ കുട്ടിയുടെ പ്രായം കൂടി നോക്കിയിട്ടല്ലേ നമ്മൾ പറയുക. അതുപോലെ ഞങ്ങൾ വായിച്ചിരിക്കേണ്ട ഭഗവത്ഗീത ഏതാണ്? നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ലേ ഒരു ഭഗവത്ഗീതയുടെ വിവരണം എനിക്ക് തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിന്മയാമിഷൻ എഴുതിയ ഭഗവത്ഗീത നല്ലതാണെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വിദ്യാഭ്യാസമുള്ള വ്യക്തിക്ക് ചിന്മയാനന്ദ സ്വാമി എഴുതിയ ഭഗവത്ഗീത ചിലപ്പോൾ ഉൾക്കൊള്ളാനേ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ചോദ്യം ചോദിക്കുമ്പോൾ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയിട്ട് അവിടെ ചെന്ന് നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് ഇഷ്ടമുള്ളത് ഏത് പുസ്തകമാണോ അത് വാങ്ങിക്കുകയാണ് ഉത്തമം. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഒമാനിൽ കൊണ്ടുപോയി രോഗശാന്തിക്കായി ഒരു യാഗം നടത്തുകയുണ്ടായി. തന്ത്രിമാരിൽ കുറേ മലയാളികളും ഉണ്ടായിരുന്നു. യാഗം ചെയ്താൽ ഇതുപോലെയുള്ള രോഗം മാറുമോ? ദൈവിക ശാന്തി ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷ, ഇതൊക്കെ പെന്തക്കോസ്തുകാരുടെ തലയ്ക്ക് സുഖമില്ലാത്ത വർക്കാണ്. യാഗം ചെയ്താലൊന്നും അസുഖം മാറില്ല. പക്ഷെ കുറേ മന്ത്രങ്ങൾ കേട്ടാൽ, കുറേ നന്മ നിറഞ്ഞ പ്രവർത്തികൾ ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ഫെയ്ത്ത്, ആ ഫെയ്ത്ത് നമ്മുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റിനും 24 തരത്തിലുള്ള ഹോർമോണുകൾ, സെറാട്ടോണിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ, എൻഡോർഫിൻ, എൻഡോമോർഫിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉണ്ടാവും. ഈ ഹോർമോണുകൾക്കൊരു പേരുണ്ട്, ക്യൂറേറ്റീവ് കെമിക്കൽസ്. നമ്മുടെ ശരീരത്തെ നോർമലാക്കാൻ അത് സഹായിക്കുമെന്ന് അപ്പോളോ ഹോസ്പിറ്റലിലെ, ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർ B രാമമൂർത്തിയും ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ, ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, പ്രൊഫസർ T ടെമ്പിൾ ടട്ലർ, അദ്ദേഹം ഈ ഭാരതത്തിന്റെ പൈതൃകത്തില് വേദങ്ങള്,
ഇവിടുത്തെ കർണാടിക് മ്യൂസിക്, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലാണ് PhD എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ശരിക്ക് PhD ത്യാഗരാജ കൃതികളിലാണ്. അമേരിക്കക്കാരനാണ്, പ്രൊഫസർ T. ടെമ്പിൾ ടട്ട്ലർ. അദ്ദേഹം ഈ ക്യൂറേറ്റീവ് കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും സംഗീത ചികിത്സയെക്കുറിച്ചും മന്ത്ര ചികിത്സയെക്കുറിച്ചും പറയുന്നുണ്ട്. യാഗം ചെയ്താൽ അസുഖം മാറുമെന്ന് പറയുന്നത് തെറ്റാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു ക്ലാസ് വേണം. CD രൂപത്തിലുണ്ടോ? ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. LICക്കാർക്കൊരു CD ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥർക്കുള്ള CD ഉണ്ട്. അതെല്ലാം ജീവിത വീക്ഷണം കൊടുക്കാനാണ്. ബാങ്കിലെ ജോലി എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ല, നല്ല രീതിയിൽ ആ CD ജനങ്ങളുടെ മുമ്പ്. LICക്കാര് പല ബ്രാഞ്ചുകാരും അതെടുത്ത് തന്നെത്താനെ കോപ്പി എടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കൊടുക്കാമെന്ന് നമ്മൾ പറയാറുമുണ്ട്. ഇതര മതങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് ഗൈഡ് ലൈൻ അതാത് മതങ്ങളിലെ യുവജനങ്ങൾക്കായി IAS കോച്ചിങ് ഉൾപ്പെടെ നൽകുന്നു. IASHനും അതിനൊന്ന് ശ്രമിച്ചുകൂടി. നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ലക്ഷ്യവും മാർഗവും നമ്മുടെ മാതൃഭൂമി സനാതന ധർമ്മം, ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. നമ്മൾ തന്നെ അമ്പലം തുടങ്ങാനും, നമ്മൾ തന്നെ ആശുപത്രി തുടങ്ങാനും, നമ്മൾ തന്നെ വൃദ്ധസദനങ്ങൾ തുടങ്ങാനും, നമ്മൾ തന്നെ അനാഥാലയങ്ങൾ തുടങ്ങാനും പോയാൽ ഈ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് അത് വർക്ക് ചെയ്യില്ല. ആത്മാർത്ഥതയുള്ളവരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ പുറകെ നടക്കാനും വയ്യ. ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്ന ലക്ഷ്യം മാർഗം വളരെ നല്ലതാണ്, ഇഫക്റ്റീവാണ് എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളതിലേക്ക് കടക്കാത്തത്. എന്നാലും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അത്യാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേന്ദ്രത്തിൽ തൃശ്ശൂര് കേച്ചേരിക്കടുത്ത് നാഷണൽ ഹെറിറ്റേജ് സെന്ററുകളിൽ ഗ്രഹങ്ങളും രേഖകളും വെച്ച് എങ്ങനെ ഭൂമിയിലുണ്ടാകുന്ന നാശങ്ങൾ വിവരിക്കാൻ കഴിയും? ഭൂമിയിലുണ്ടാകുന്ന ഒരു നാശവും വിവരിക്കാൻ മണ്ടൈൻ അസ്ട്രോളജിക്കോ ഹസ്തരേഖയ്ക്കോ സാധിക്കില്ല. ഭൂമിക്ക് ജാതകമില്ലല്ലോ, അത് തന്നെയാണ് സത്യം. ജാതകം ഉണ്ടെങ്കിലും വിവരിക്കാൻ സാധിക്കില്ല. ഹസ്തരേഖാ ശാസ്ത്രവും ജാതകവും തമ്മിലുള്ള ബന്ധം കയ്യില് ഇത് ലൂണാർ മോഡ്യൂള്, ഇത് ജൂപ്പിറ്റർ മോഡ്യൂള്, ഇത് വീനസ് മോഡ്യൂള്, മെർക്കുറി മോഡ്യൂൾ എന്നെല്ലാം പറഞ്ഞ കുറേയധികം ഹസ്തരേഖയെ ജ്യോതിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് ഹസ്തരേഖ വിവരിക്കുന്നത്. അതിനകത്ത് വലിയ സയൻസ് ഒന്നുമില്ല. ചുമ്മാ ഓരോന്നും ഒരു പണിയില്ലാത്തവർക്ക് പറ്റിയതാണ് ഹസ്തരേഖയൊക്കെ നോക്കിയിട്ട് ജീവിക്കുക എന്നുള്ളത്. നമ്മൾ നല്ല കർമ്മം ചെയ്യുക, നിരന്തരം മരിക്കുന്നവരെ പ്രവർത്തിക്കുക, ബെഡ് റെസ്റ്റ് എടുക്കാതിരിക്കുക, ടിൽ ദ ലാസ്റ്റ് ബ്രത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പണ്ടത്തെ അമ്മമാര് 7ഉം 8ഉം ഒക്കെ പ്രസവിച്ചിട്ടുണ്ട്. അവര് മരിക്കുന്നത് വരെ അടുക്കളയിൽ പണിയെടുക്കും, വിറക് കീറും. എന്തുകൊണ്ടാണെന്നറിയും? ഈ വേണ്ടാത്തയിലേക്കൊന്നും അവർ പോവില്ല. അവർക്ക് കർമ്മയോഗമാണ്. നിരന്തരം പ്രവർത്തിക്കുക. രാവിലെ വൈകുന്നേരം വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളും അത് ചെയ്യാം. രാവിലെ വൈകുന്നേരം വിളക്കെത്തിക്കുക, 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുക, നല്ല ഗൃഹാന്തരീക്ഷം ഉണ്ടാക്കുക. ആവശ്യമില്ലാത്ത ജാതകം, ചൊവ്വാദോഷം, പാപജാതകം, 1.5 പൊരുത്തം, ഇതിലേക്കൊക്കെ പോവാതിരിക്കുക. അത്യാവശ്യം എല്ലാത്തിൽ നിന്നും നല്ലതെടുക്കുക. ജാതകത്തിലും നല്ലതുണ്ട്, ഹസ്തരേഖയിൽ നല്ലതുണ്ടെങ്കിൽ അതെടുക്കാം. എവിടെയൊക്കെ നല്ലതുണ്ടോ എടുക്കാം. അത് നല്ല മനുഷ്യരോട് ചോദിച്ചിട്ട് എടുക്കാം. തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരിൽ നിന്ന് എടുക്കാണ്ടിരിക്കാം. അഭിജിത്ത് എന്ന നക്ഷത്രമുണ്ടോ? ശരിക്കും അഭിജിത്ത് മുഹൂർത്താണ്. 27 നക്ഷത്രം കഴിഞ്ഞിട്ട് 28ാമത്തെ നക്ഷത്രത്തെ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നക്ഷത്രം ഉള്ളതുണ്ട്. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് ശരിക്ക് സൂര്യൻ നട്ടുച്ചയ്ക്ക് മുകളിലെത്തുന്നതിന് 7.5 മിനിറ്റ് ഇപ്പുറത്തും 7.5 മിനിറ്റ് ഇപ്പുറത്തുള്ള 15 മിനിറ്റിൽ ഏത് നല്ല കാര്യവും ചെയ്യാൻ വേറെ സമയം നോക്കണ്ട, ദിവസം നോക്കണ്ട എന്ന് പറയും. സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ എല്ലാ നന്മയുടെയും കാരകനായ സൂര്യന്റെ അനുഗ്രഹം ഉണ്ടാവും. അതാണ് അഭിജിത്ത് മുഹൂർത്തം സമയം. അപ്പോ വിവാഹം കഴിക്കുകയാണ്, അപ്പോ ഗൃഹപ്രവേശം നടത്തുകയാണെങ്കിൽ അതേ പറ്റുള്ളൂ എങ്കിൽ നല്ല സമയം. അതിപ്പോൾ ശനിയാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ നോക്കണ്ടെന്ന് പറയും. ഞാനിതൊന്നും നോക്കാറില്ല. ഞാൻ നല്ലത് ചെയ്തുകൊണ്ട് പോവുക. അത് അഭിജിത്ത് മുഹൂർത്തമാണോ അതൊന്നും നോക്കാറില്ല. വാഹന അപകടങ്ങളിൽ ജനങ്ങൾ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നത് ജ്യോതിഷത്തിൽ എങ്ങനെ വ്യാഖ്യാനിക്കും? ഒരുമിച്ച് മരിക്കാനുള്ളവർ ആ സമയത്ത് ഒരുമിച്ച് വരുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെയൊന്നും ഇപ്പോൾ ഇരട്ട പെറ്റ കുട്ടികളിൽ ഒരെണ്ണം ചാർട്ടേഡ് അക്കൗണ്ടന്റായി, മറ്റൊന്ന് ഡോക്ടറായി എങ്ങനെ വ്യാഖ്യാനിക്കും? ചിലത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. 10 ജാതകം കയ്യിൽ തന്ന്
ഇതിൽ മരിച്ചവരാരൊക്കെയാണ്, ജീവിച്ചിരിക്കുന്നവരാരൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും, ഒന്ന് അവിടെ ചെന്ന് ചോദിച്ചാൽ പോരെ, ഈ ജാതകം തന്ന ആളുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ പോരെ, മരിച്ചവരെത്ര പേര്, ജീവിച്ചവരെത്ര പേര്. വേറെ ചിലർ പറയും 10 ജാതകം കയ്യിൽ തരാം, ഇത് ആണേതാണ് പെണ്ണേതാന്ന് പറയണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഒഴിച്ച് ബാക്കിയുള്ളവരെ കണ്ടാ അറിഞ്ഞൂടെ ആണേതാ പെണ്ണേതാന്ന്? എന്തിനീ ജാതകം നോക്കിയിട്ട് ആണും പെണ്ണും ഒക്കെ ഇതാക്കാൻ പോകണം? അപ്പൊ നമ്മൾ വക്രമായിട്ട് എന്തോ ചിലത് ഇല്ല എന്ന് നിഷേധിക്കാനും പുച്ഛിക്കാനും ഒക്കെ ശ്രമിക്കുന്നതിന് പകരം അതിനകത്ത് നല്ലതുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ എടുക്കണ്ട. ആരും പറഞ്ഞില്ലല്ലോ ജാതകം നോക്കിയിട്ട് കല്യാണം കഴിക്കാവൂ എന്ന്. നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പം, നമ്മുടെ പൂർവികരൊന്നും പറഞ്ഞിട്ടില്ല. ആനയെ കൊണ്ട് നിർത്തിയിട്ട് ഇത് ആനയാണെന്ന് താനൊന്ന് തെളിയിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ ഉത്തരം പറയാ? അതിന്റെ മുമ്പിൽ തന്നെ താൻ നിന്ന് കഴിഞ്ഞാൽ ചോദിച്ച ആള് ആനയുടെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അത് ആനയാണെന്ന് തെളിയിക്കാൻ പറ്റും. ഞാൻ എന്തിനാ തെളിയിക്കാൻ പോണേ? ചോദ്യം ചോദിച്ച ആളുടെ ഉത്തരവാദിത്വമാണ് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത്. അത് എൻ്റെ ഉത്തരവാദിത്വമല്ല, നമ്മുടെ ഉത്തരവാദിത്വമല്ല. അതുകൊണ്ട് വാഹന അപകടങ്ങളിൽ കൂട്ടത്തോടെ മരിക്കുക, വിമാനത്തിലെ കപ്പലിലൊക്കെ മരിക്കുമ്പോൾ അതിനൊന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. എക്സ്പ്ലനേഷൻ ഇല്ലാത്തതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ അത് വ്യക്തിയുടെ അഭിപ്രായമായി മാറും. അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. ആത്മാവ് വീണ്ടും ജന്മമെടുക്കുന്നതിന് എത്രയാണ് കാലയളവ് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ആത്മാവ് തന്നെ എന്താണെന്ന് പറയാൻ സാധിക്കില്ല. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. മനസ്സുകൊണ്ട് ആത്മാവിനെ മനനം പറ്റാത്തത് കൊണ്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. മാത്രമല്ല നതത്ര ചക്ഷുർ ഗച്ഛതി, കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ന വാക് ഗച്ഛതി, വാക്കുകൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. നോ മനഃ, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ല. ന വിദ്മോ, അറിയാവുന്നവരാരുമില്ല. ന വിജാനീമോ, അറിയിക്കാൻ കഴിവുള്ളവരാരുമില്ല. ഇത് അനുശിഷ്യാത്, പിന്നെ എങ്ങനെയാ ഞാനത് വിവരിക്കുന്നത് എന്ന് ഋഷികുലത്തിലുള്ളവർ ചോദിച്ച ചോദ്യം. പിന്നെയാണോ എന്നെ പോലെയുള്ള വ്യക്തി എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് ആത്മാവ് അടുത്ത ജന്മമെടുക്കാൻ എത്ര കാലയളവെടുക്കും എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. ആ ആത്മാവ് ഏത് ശരീരത്തിലാണോ ഉണ്ടായിരുന്നത്, ആ ശരീരം കഴിഞ്ഞ ജന്മത്തിന്റെ അവസാനം വരെ ചെയ്ത കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ഒരു ശരീരം, ഒരു പറ്റിയ അമ്മയുടെ ഗർഭത്തില്, ഒരു പറ്റിയ വീട്ടില്, ഒരു പറ്റിയ ദേശത്ത് ലഭിക്കുന്നത് വരെ ആത്മാവ് കാത്തു നിൽക്കുമെന്നാണ് ബ്രയൻ വൈസിന്റെ എക്സ്പ്ലനേഷൻ. 3 തലമുറകൾക്ക് പിതൃകർമ്മം ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പിതാമഹ പ്രപിതാമഹ, അത് കഴിഞ്ഞാല് പിതൃക്കള് പിതൃദേവന്മാരായിട്ട് പിതൃദേവതകളുടെ ലിസ്റ്റിലേക്ക് പോകും. അപ്പോ 3 നിൽക്കുന്നത് എപ്പോഴും 4-മത്തേത് ഈ മക്കൾ ഉണ്ടാവണം, തലമുറകൾ ഉണ്ടാവണം. ആ തലമുറകൾ ഉണ്ടായാലേ 3 പിണ്ടം വെക്കുമ്പോൾ 4-മത്തേതിനെ പിതൃദേവതകളുടെ ലിസ്റ്റിലേക്ക് പെടുത്തുകയുള്ളൂ. അപ്പോ നമ്മൾക്ക് ഈ മക്കളില്ലെങ്കിൽ പുംനാമ നരകാത് ത്രായതേ ഇതി പുത്ര, പും എന്ന് പേരായ ഒരു നരകത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് ആരാണോ അയാളാണ് പുത്രൻ. ആ പുത്രൻ ഉണ്ടായാലേ അതിനു മുമ്പിലുള്ള പിതൃക്കൾക്ക് ദേവപദവി ലഭിക്കുള്ളൂ, മോക്ഷം ലഭിക്കുള്ളൂ എന്ന് വിവരിച്ചു തരുന്നു ഗരുഡപുരാണത്തിലെ 2-ാം ഭാഗം. മരണാനന്തരം ഒരു ആത്മാവ് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്നു എങ്കിൽ പോപ്പുലേഷൻ ഇൻക്രീസ് എക്സ്പ്ലോഷനിലേക്കുള്ള കാരണം എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ ആനിമൽ പ്ലാനറ്റ് ചാനൽ ഒന്ന് കാണാൻ ശ്രമിച്ചാൽ മനസ്സിലാവും. ഈ കടലില് എത്ര ജീവികളാണ് ഉള്ളത്, എത്ര മത്സ്യങ്ങളാണുള്ളത്. ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് മത്സ്യങ്ങൾ. അതില് ഈ പോപ്പുലേഷൻ ഇൻക്രീസ് എന്നൊക്കെ പറയുന്നത് വലിയ ഫാക്ടറാണോ? മനുഷ്യന്റെ ആത്മാവ് മനുഷ്യനായി തന്നെ ജനിക്കണമെന്നില്ല. ചെടികളായിട്ട് ജനിക്കാമെന്ന് പറയുന്നു, മത്സ്യങ്ങളായിട്ട്, ജന്തുക്കളായിട്ട്, മണ്ണിരയായിട്ട്, പുഴുവായിട്ട്, ഏത് വേണമെങ്കിലും. ഇതിൻ്റെയൊക്കെ ടോട്ടൽ നമ്പർ എടുത്ത് നോക്കാം. പറ്റുമോ എടുക്കാൻ? പറ്റാത്ത ഒന്നിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും ഏതിൻ്റെയൊക്കെ എല്ലാം പുനർജന്മം. ഇപ്പൊ പോപ്പുലേഷൻ ഇൻക്രീസും ഡിക്രീസുമായിട്ട് ഇതിന് ബന്ധമില്ല. ഒരു കുട്ടി ജനിച്ച സമയം ശിരോദർശനവും ഭൂസ്പർശനവും എല്ലാം ശരിയായ സമയം കിട്ടിയിരുന്നു എങ്കിൽ ജ്യോതിഷപ്രകാരം എഴുതിയ ജാതകം ശരിയാകുമോ? ശരിയായിട്ടുള്ള സമയം കിട്ടിയിരുന്നു എങ്കിൽ എന്നത് തന്നെ ഒരു ഡൗട്ട്ഫുൾ കണ്ടീഷനല്ലേ? ആ കിട്ടുന്ന സമയം അനുസരിച്ച് ആ ജ്യോതിഷത്തിൽ വിവരിക്കുന്ന കാര്യങ്ങളിൽ കുറേയൊക്കെ ശരിയുണ്ടാവും. പക്ഷെ അത് ശരിയാണെന്ന് എങ്ങനെ അറിയാം? ഈ സമയം ശരിയല്ല എങ്കിൽ ഈ കുട്ടിക്ക് ഈ പറഞ്ഞതുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. കുറേയെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ ഈ
ഇത് ഈ സമയം ശരിയാണെന്ന് വേണമെങ്കിൽ നമുക്കെടുക്കാം. മാത്രമല്ല ശിരോദർശനം കഴിഞ്ഞ് ഭൂസ്പർശനം വരുന്നതിനിടയ്ക്ക് കുട്ടി കരയും, അപ്പം രോദനുണ്ട്. ഇത് കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് പൊക്കിൾക്കൊടി മുറിക്കുക. ഞാൻ ഡെലിവറി കണ്ടിട്ടില്ല, പൊക്കിൾക്കൊടി മുറിക്കുക. ഇത് തമ്മിലുള്ള സമയവ്യത്യാസം തന്നെ മതി ലഗ്നം അടുത്ത ഭാവത്തിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ അടുത്ത രാശിയിലേക്ക് കടക്കാൻ. കണ്ടകശനി എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ വെറുതെയാണോ? കണ്ടകശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, 7, 10 ഭാവങ്ങളിലൂടെ 4, 7, 10 ഭാവങ്ങളിലൂടെ ശനി ഗോചരം വഴി സഞ്ചരിക്കുമ്പോഴാണ്. ഭൂമി കറങ്ങുമ്പോൾ ശനിയും കറങ്ങുന്നു, ശനി മാറിക്കൊണ്ടേയിരിക്കും. മാതൃഭൂമിയുടെ കലണ്ടറിൽ സ്ക്വയർ നോക്കിയാൽ അറിയാം. 2.5 വർഷം സമയത്തേക്ക് ശനി ഒരു പ്രത്യേക രാശിയിലുണ്ടാവും. അപ്പം ലഗ്നത്തിൽ നിന്ന് 4-ാം ഭാവം, 7-ാം ഭാവം, 10-ാം ഭാവത്തിൽ 2.5 വർഷം നിൽക്കുമ്പോൾ അതൊക്കെ കണ്ടകശനിയാ പറയും. ഇനി ലഗ്നത്തിന്റെ 12-ാം ഭാവത്തിൽ, ലഗ്നത്തിന്റെ 2-ാം ഭാവത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും നടക്കും. 2.5 + 2.5 + 2.5 7.5. അത് 7.5 ശനി എന്ന് പറയും. 4 ശനി കടന്നു പോകുമ്പോൾ 2.5 വർഷം കണ്ടകശനിയാ. 7 കടന്നു പോകുമ്പോൾ കണ്ടകശനിയാ. 10 കടന്നു പോകുമ്പോൾ കണ്ടകശനിയാ. എല്ലാവർക്കും 60 വയസ്സ് വരെ ജീവിക്കുന്ന എല്ലാവർക്കും 6 പ്രാവശ്യം കണ്ടകശനി വരും. അതുപോലെ തന്നെ 2 പ്രാവശ്യം 7.5 ശനിയും വരും. ഇതൊന്നും പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ നല്ല പ്രവൃത്തി ചെയ്ത് ജീവിക്കാം. അമ്പലത്തിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിരുന്നു. അയാൾ പറഞ്ഞത് പ്രതിഷ്ഠകൾ മുഴുവനും മാറ്റി സ്ഥാപിക്കാനും അവിടുത്തെ ആൽത്തറയും അതിലും പൊളിച്ചു നീക്കുവാനും പറഞ്ഞു. ഇതിനെക്കുറിച്ച് പറയുവാൻ ഉള്ളത് എന്താണ്? എന്തിനാ ആവശ്യമില്ലാതെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്? അവരുടെ അടുത്ത് ചോദിക്കാനുള്ളത് ദേവപ്രശ്നം വെച്ച് അമ്പലത്തിന്റെ മുഴുവനും കാര്യമല്ല. നിങ്ങൾ എന്തിനാണോ അയാളെ വിളിച്ചത് അതിൻ്റെ മാത്രം മറുപടി പറയാം. അങ്ങനെ ദേവപ്രശ്നം വെക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു അമ്പലമുണ്ട്, നമ്മൾ ദേവപ്രശ്നവും വെച്ചില്ല, ഒരു പ്രശ്നവും വെച്ചില്ല, ഇങ്ങ് ബുൾഡോസർ കൊണ്ട് അടിച്ച് നിരത്തി നന്നായിട്ട് പുതിയതായിട്ട് പണിതു. ശ്രീകോവിൽ മാത്രം ഇടിച്ച് നിരത്തിയില്ല, ബാക്കിയുള്ളതൊക്കെ ഇടിച്ച് നിരത്തി. ശ്രീകോവിലും വിഗ്രഹമൊക്കെ നന്നായിട്ട് നമ്മൾ പ്ലാസ്റ്ററൊക്കെ ചെയ്ത് ക്ലീനാക്കി. അത്ര ഒരു കുഴപ്പമില്ല. 10,000-കണക്കിന് ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. ദൈവത്തിന് നല്ല കാലം ചീത്ത കാലമൊന്നുമില്ല. ദൈവത്തിന്റെ കാര്യം പറയാനൊന്നും ഈശ്വരനെ ആരെ ഏൽപ്പിച്ചിട്ടുമില്ല. ജ്യോതിഷന്മാര് ദൈവത്തിന്റെ ഏജന്റുമാരൊന്നുമല്ല. ചില ജ്യോതിഷന്മാർ ഒരു 1000-ന്റെ നോട്ട് കയ്യിൽ കൊടുത്താൽ നിങ്ങൾ ഉദ്ദേശിച്ചതൊക്കെ അവർ പറഞ്ഞു തരും. എല്ലാവരും അങ്ങനെയാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ ജ്യോതിഷന്മാരെക്കാളും ഹീനവും നീചവും നിന്ദ്യവുമായ പ്രവൃത്തി ചെയ്യുന്ന 100 കണക്കിന് ഡോക്ടർമാരുണ്ട്. 100 കണക്കിന് ഡോക്ടർമാർ. ആ ഡോക്ടർമാർ ചെയ്യുന്ന നീച പ്രവൃത്തി നോക്കുമ്പോൾ ഈ ജ്യോത്സ്യന്മാരെ തൊഴാൻ തന്നെ ഇപ്പൊ തോന്നുന്നുണ്ട്. അസ്ട്രോളജി ജ്യോത്സ്യം ഒരു കൃത്യമായ സയൻസ് ആകുന്നു. ഭാവിയിലേക്കുള്ള എത്തിനോട്ടമായത് സാധ്യമാകുന്നു. ഇറ്റ് ഈസ് എ ഗൈഡ് ടു ദി ഫ്യൂച്ചർ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. My experience in life for 76 years tells me that astrology is true. കർമ്മഫലം അനുഭവിച്ചേ തീരൂ. പാര വെച്ചാൽ അതേപടി തിരിച്ച് നമുക്ക് വരും. കർമ്മബലം ബഹുചിന്തയും. കർമ്മബലം ഈസ് ഡയറക്ട്ലി ടു ദി ലൈഫ്, ലിങ്ക്ഡ് ടു ദി ലൈഫ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഈ ജന്മത്തിൽ തന്നെ പാപപുണ്യ കർമ്മങ്ങൾ അനുഭവിച്ചു തീരും. അനശ്വരമാണ് ആത്മാവ്. ഇതൊക്കെ അവരവന്റെ അഭിപ്രായങ്ങൾ. അസ്ട്രോളജിയിലും മാത്തമാറ്റിക്സ് പ്യുവർ സയൻസ് ആണ്. അസ്ട്രോണമി പ്യുവർ സയൻസ് ആണ്. പ്രഡിക്ഷൻ പാർട്ട് സയൻസേ അല്ല. അസ്ട്രോണമി എൻ്റെ ജീവിതത്തിൽ ശരിയാണ് എന്നുള്ളതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ശരിയാവണമെന്നില്ല. കർമ്മഫലം അനുഭവിച്ചേ തീരൂ എന്നുള്ളത് സത്യമാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. ആകാശത്തിന്റെ മുകളിൽ ഒരു സ്വർഗവുമില്ല, ഭൂമിക്ക് താഴെ ഒരു നരകവുമില്ല എന്ന് തിരിച്ചറിയണം. അത് ശരിയാണ്. I don't believe in life after death. Whether you believe it or not, nobody bothered about it. These are all your freedom to believe or disbelieve. Others' freedom to believe or disbelieve. Everybody has got their own freedom. ഈ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കുന്നു. അതാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ധന്യമായിട്ട് മുമ്പോട്ട് പോവാം. ശ്രീചക്രം എന്താണ്? സരസ്വതി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു മാത്തമാറ്റിക്കൽ, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയും പാർവതി ദേവിയും ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമായി ബന്ധപ്പെട്ട ഒരു എംബ്ലം, ഒരു സീലാണ്. കുറേ അധികം ട്രയാങ്കിൾ ചേർത്ത് വരയ്ക്കുന്നതാണത്. അതിനകത്ത് വേറെ എന്തൊക്കെയോ ഉണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ,
എല്ലാത്തിലെയും നന്മകൾ എടുക്കുക. ശ്രീചക്രം നന്മയാണെങ്കിൽ വലമ്പിരി ശംഖ് വീട്ടിൽ വെക്കുന്നത് അതുകൊണ്ട് ഒരു ഐശ്വര്യവും ഒരു മണ്ണാങ്കട്ടിയും ഒന്നും ഉണ്ടാവാൻ പോണില്ല. പറ്റിക്കലോട് പറ്റിക്കലാണ്. ഈ അധർമ്മത്തിനും അന്ധവിശ്വാസത്തിനും അനീതിക്കുമെതിരെ പോരാടുന്ന ചാനലുകൾ തന്നെയാണ് ഈ വലമ്പിരി ശംഖിന് ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുത്ത് ശബരിമല മേശാന്തിയെ കൊണ്ട് ആ മനുഷ്യൻ അറിയുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ പറയിപ്പിച്ച് സിനിമാ നടിയെ കൊണ്ടുവന്ന് വലമ്പിരി ശംഖ് വെച്ച് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, സ്വർഗം കിട്ടും, പുണ്യം കിട്ടും, ജോലി കിട്ടും, വിജയം ഉണ്ടാവും, വാഹനം കിട്ടും, വീട് വെക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ എല്ലാവരും വലമ്പിരി ശംഖ് വെച്ചാൽ പോരെ? എന്തിനീ ഗവൺമെന്റ് പെൻഷന്, തൊഴിലില്ലായ്മ പെൻഷനൊക്കെ പോകുന്നു? ഒരു വലമ്പിരി ശംഖ് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? KM മാണിയുടെ വീട്ടിലൊരു വലമ്പിരി ശംഖ് വെച്ചാൽ അതോടുകൂടി ബഡ്ജറ്റ്, ഈ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഒഴിവാക്കാൻ പറ്റുമല്ലോ. അങ്ങനെയും കൂടി നമുക്ക് ചിന്തിച്ചുകൂടെ? വലമ്പിരി ശംഖ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മോക്ഷം കിട്ടുമെങ്കിൽ, എല്ലാവർക്കും സ്വർണം കിട്ടും, എല്ലാവർക്കും സമ്പത്ത് കിട്ടും, എല്ലാവർക്കും ജോലി കിട്ടും, എല്ലാവർക്കും സൗകര്യം കിട്ടുന്ന ഒരു ശംഖ് വെച്ചാൽ നടക്കുന്നതാണോ ഇതൊക്കെ? മോതിരത്തിൽ ഡയമണ്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും മോതിരത്തിൽ ഡയമണ്ട് വെച്ചാൽ പോരെ? എല്ലാ പ്രശ്നമുള്ളവർക്കും ഒരു ചെറിയ ചെറിയ ഗവൺമെന്റ് അടുത്ത കെജ്രിവാളിനോട് പറഞ്ഞാൽ ഡൽഹിയിലെ ജനങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഓരോ ഡയമണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പറയാം. അപ്പോൾ ഡൽഹിയിലുള്ള പ്രോബ്ലങ്ങളെല്ലാം തീരും. വെള്ളം കിട്ടാത്തവർക്ക് വെള്ളം കിട്ടും, ഇലക്ട്രിസിറ്റി കിട്ടാത്തവർക്ക് ഇലക്ട്രിസിറ്റി കിട്ടും, പകുതി വിലയ്ക്ക് കിട്ടുകയും ചെയ്യും. ഈ ഡയമണ്ടിന് കുറച്ച് പൈസ ചിലവാക്കേണ്ടി വരും, അതിപ്പോൾ ലോൺ എടുത്തിട്ടായാലും കൊടുക്കാം. അവർക്ക് പൈസ കിട്ടുമ്പോൾ തിരിച്ചടയ്ക്കാൻ പറയാം. ഇതൊക്കെ ശുദ്ധ പറ്റിക്കലാണ്. ഇതിലൊന്നും നമ്മൾ വിധേയരാകരുതെന്ന് കൂടി പറയുന്നു. പ്രണാമം, നമസ്കാരം.